ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കഥയല്ല, ഒരു യഥാർത്ഥ സംഭവമാണ്. 100 വർഷം മുമ്പ് അമേരിക്കയിൽ നടന്ന ഒരു കുടുംബത്തെയും ഒരു രാജ്യത്തെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു സംഭവം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മകനെ കാണാതാവുന്നു. വർഷങ്ങൾക്ക് ശേഷം തിരികെ കിട്ടുന്നു. പക്ഷെ അത് നിങ്ങളുടെ മകനല്ലെങ്കിൽ? അതാണ് ബോബി ഡൺബാർ കേസ്. ഒരു കുട്ടിക്ക് സംഭവിച്ച ദുരന്തം, രണ്ടമ്മമാരുടെ കണ്ണുനീർ, ഒരു നിരപരാധിയായ മനുഷ്യൻ ജയിലിലായി. അവസാനം ഒരു പേരക്കുട്ടി DNA ടെസ്റ്റ് നടത്തിയപ്പോൾ ലോകം ഞെട്ടി. എന്താണ് ശരിക്കും സംഭവിച്ചത്? വരൂ, നമുക്ക് ആ കഥയിലേക്ക് പോകാം. ലൂയിസിയാന സ്വാസേ തടാകം. 1912 ഡൺബാർ കുടുംബം, അതായത് അച്ഛൻ പേഴ്സിയും അമ്മ ലെസ്ലിയും അവരുടെ മക്കളായ 4 വയസ്സുകാരൻ ബോബിയുമൊത്ത് അടുത്തുള്ള തീരത്ത് താമസിച്ചു വരികയായിരുന്നു. അതൊരു സാധാരണ ദിവസമായിരുന്നു. അമ്മ ലെസ്ലി മീൻകറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബോബിയും അനിയനും കൂട്ടുകാരുമായി തടാകക്കരയിൽ കളിക്കുന്നു. ഒപ്പം പോൾ മിസ്സിയും ഉണ്ട്. അന്ന് ബോബി ധരിച്ചിരുന്നത് സ്ട്രോ കൊണ്ടുണ്ടാക്കിയ സ്ട്രാപ്പ് പൊട്ടിയ ഒരു തൊപ്പിയായിരുന്നു. ലെസ്സിയുടെ ശ്രദ്ധയൊന്ന് മാറിയപ്പോൾ ബോബിയെ കാണാനില്ല. കളി കഴിഞ്ഞ് തിരിച്ചു വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ബോബിയെ കണ്ടില്ല. ആകെ ബഹളമായി. മുതലകൾ നിറഞ്ഞ ആ ചതുപ്പിൽ കുട്ടിയെ തിരഞ്ഞ് നാട്ടുകാരും പോലീസുമെല്ലാം പാഞ്ഞു. ഡൈനമൈറ്റ് ഇട്ട് വരെ തടാകത്തിൽ തിരഞ്ഞു നോക്കി. മാസങ്ങൾ പോയി. ബോബി എവിടെ? ആർക്കും അറിയില്ല. പക്ഷേ ലെസ്ലി ഡൺബാർ എന്ന അമ്മ തളർന്നില്ല. തൻ്റെ മകൻ എവിടെയോ ജീവനോടെ ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചു. 8 മാസങ്ങൾക്ക് ശേഷം 1913 ഏപ്രിലിൽ ബോബിയെ കണ്ടെത്താനുള്ള വിവരം നൽകിയാൽ വൻ പ്രതിഫലം ലഭിക്കുമെന്ന് പത്രങ്ങളിലൂടെ പരസ്യമുണ്ടായിരുന്നു. മിസിസിപ്പിയിൽ നിന്നും ഒരു വിവരം പോലീസിന് ലഭിച്ചു. വില്യം കാൻഡ്വെൽ വാൾട്ടേഴ്സ് എന്ന പിയാനോ റിപ്പയർ ചെയ്യുന്ന സഞ്ചാരിയുടെ കൂടെ ബോബിയുടെ അതേ രൂപമുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. വാൾട്ടേഴ്സിനെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്തപ്പോൾ കുട്ടിയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ആദ്യം നൽകാൻ വാൾട്ടേഴ്സ് മടിച്ചു. ഇത് സംശയം കൂട്ടി. ഡൺബാർ ദമ്പതികൾ ഓടിയെത്തി. ലെസ്ലി കുട്ടിയെ ഇത് തൻ്റെ മകൻ തന്നെയാണോ എന്ന് അവർക്ക് ആദ്യം കണ്ടപ്പോൾ സംശയമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ആ കുട്ടിയുടെ കൂടെ ചെലവഴിച്ചു കഴിഞ്ഞതും ഇത് തൻ്റെ മോൻ തന്നെ എന്ന് അവർ ഉറപ്പിച്ചു. ഇത് തിരിച്ചറിയാൻ ഒരു പ്രധാന കാരണം കുട്ടിയുടെ കാലിനടിയിൽ ഉണ്ടായിരുന്ന ഒരു കാൽമുദ്രയായിരുന്നു. കുട്ടി തങ്ങളുടെ മകനാണ് എന്ന് വിശ്വസിപ്പിക്കാനായി ഡൺബാർ കുടുംബം അവന് ധാരാളം സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളും നൽകി. ഈ സ്നേഹവും സമ്മാനങ്ങളും കാരണം ഇവർ തൻ്റെ മാതാപിതാക്കളാണ് എന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ വാൾട്ടേഴ്സ് തൻ്റെ വാദമുറപ്പിച്ചു. ഈ കുട്ടി ജൂലിയ ആൻഡേഴ്സന്റെ മകൻ ബ്രൂസ് ആൻഡേഴ്സൺ ആണ് എന്ന് അവർ പറഞ്ഞു. ജൂലിയയ്ക്കും തൻ്റെ സഹോദരനുമുണ്ടായ മകനാണിവൻ എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ജൂലിയ സ്ഥലത്തെത്തി. അവർ തൻ്റെ മകനെ തിരിച്ചറിഞ്ഞു. ജൂലിയയുടെ മൊഴി ഇതാണ്: എൻ്റെ മകനെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവനെ കുറച്ചു ദിവസത്തേക്ക് വാൾട്ടേഴ്സിനെ ഏൽപ്പിച്ചത്. അയാൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. പക്ഷെ നാട്ടുകാർക്കും സമൂഹത്തിനും ജൂലിയ ഒരു നല്ല അമ്മയായിരുന്നില്ല. അവർക്ക് വേറെ മക്കൾ ഉണ്ടായിരുന്നു. ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത അമ്മയാണിവൾ എന്ന രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളും ഗോസിപ്പുകളും കൊണ്ട് പത്രങ്ങൾ നിറഞ്ഞു. ഈ സാഹചര്യത്തിൽ കോടതിയും പൊതുജനത്തിൻ്റെ സഹതാപവും ഡൺബാർ കുടുംബത്തിനൊപ്പം നിന്നു. ഒടുവിൽ ജൂലിയയുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞ് ബ്രൂസ് ആൻഡേഴ്സൺ ബോബി ഡൺബാറായി മാറി. അങ്ങനെ ആ കുട്ടി ബോബി ഡൺബാർ എന്ന പേരിൽ ജീവിതം ജീവിച്ചു തീർത്തു. പക്ഷേ ഈ കഥയിലെ ദുരൂഹത അവരുടെ കുടുംബത്തിൽ ഒരു നിഴലുപോലെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം
ബോബി ഡൺബാർ എന്ന് വിശ്വസിച്ച് ജീവിച്ച വ്യക്തിയുടെ പേരക്കുട്ടിയായ മാർഗരറ്റ് ഡൺബാർ ഈ കഥയുടെ സത്യാവസ്ഥ തേടിയിറങ്ങി. അവരുടെ മനസ്സ് പറഞ്ഞു, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. 2004 അവരൊരു നിർണായക തീരുമാനമെടുത്തു. DNA ടെസ്റ്റ്. DNA ടെസ്റ്റിൻ്റെ ഫലം വന്നപ്പോൾ ഒരു നൂറ്റാണ്ടുകാലം നീണ്ടു നിന്ന ആ സംശയം ഒരു സത്യമായി ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു. ഡൺബാർ കുടുംബം വളർത്തിയത് അവരുടെ രക്തത്തിൽപ്പെട്ട മകനെ ആയിരുന്നില്ല, അത് ബ്രൂസ് ആൻഡേഴ്സൺ ആയിരുന്നു. ഈ സത്യം പുറത്തു വന്നതോടെയാണ് ആ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൂലിയ ആൻഡേഴ്സണിൻ്റെ കണ്ണീരിന് ലോകം വില കൽപ്പിച്ചത്. ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെട്ടതിൻ്റെ കഥ കൂടിയാണിത്. പക്ഷേ ഒരു ചോദ്യം മാത്രം ഇന്നും ബാക്കിയാണ്. നമ്മുടെ യഥാർത്ഥ ബോബി ഡൺബാർ എവിടെ പോയി? അവൻ തടാകത്തിൽ വീണ് മരിച്ചോ? അതോ മറ്റാരോ അവനെ തട്ടിക്കൊണ്ടുപോയോ? ആ ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ കണ്ണുകൾക്ക് തെറ്റുപറ്റാം, പക്ഷേ ശാസ്ത്രത്തിന് തെറ്റുപറ്റില്ല. ഫ്രണ്ട്സ്, ഈ കഥ നിങ്ങളെ ഞെട്ടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചരിത്രപരമായ തെറ്റിനെക്കുറിച്ച്, യഥാർത്ഥ ബോബിയുടെ തിരോധാനത്തെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഞെട്ടിക്കുന്ന കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.